Hi friends, welcome to RJ's physics classes. Motion along a straight line. അതിലെ സ്പീഡ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ പറയാൻ പോണേ. ആക്സിലറേഷൻ നമുക്കറിയാം. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ സംഭവം അല്ലേ, ആക്സിലറേറ്റർ കാറിനൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. എന്തിനാ ആക്സിലറേറ്റർ യൂസ് ചെയ്യണേ? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. ആക്സിലറേറ്റർ കൊടുത്താൽ സ്പീഡ് കൂടും, ആക്സിലറേറ്റർ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ആക്സിലറേറ്റർ ഒന്ന് കാലെടുത്താൽ സ്പീഡ് കുറയും. സോ സ്പീഡിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് വരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. Acceleration equal to change in velocity divided by time. Change in velocity divided by time. That is acceleration. Change in velocity by time taken. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഉറപ്പല്ലേ സർ? v minus u. ഓക്കെ, സോ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ v minus u ഡിവൈഡഡ് ബൈ t. ദിസ് ഈസ് ആക്സിലറേഷൻ. എങ്ങനെയാ ആക്സിലറേഷനെ ഡിഫൈൻ ചെയ്യുക? ഞങ്ങൾക്കറിയാം സർ, ഡിവൈഡഡ് ബൈ വന്നാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ. സോ എന്താവും ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ. ആക്സിലറേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? അല്ലെങ്കിലോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് it is the rate of change of velocity. രണ്ട് ചേഞ്ച് വേണ്ട. It is the rate of change of velocity, or it is the change in velocity in unit time. It is the change in velocity in unit time. Acceleration is the change in velocity in unit time. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ആക്സിലറേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി എന്താവും ആക്സിലറേഷൻ്റെ യൂണിറ്റ്? എന്താവും ആക്സിലറേഷൻ്റെ യൂണിറ്റ്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് വരിക, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സെക്കൻഡ് മീൻസ് സെക്കൻഡ് ബൈ 1. അപ്പോൾ ഇതിങ്ങനെ എഴുതിക്കൂടെ? m ബൈ s ഇൻറ്റു 1 ബൈ s. ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് വരിക മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡയമെൻഷൻ വരിക എന്തായിരിക്കും? മീറ്റർ മീൻസ് ലെങ്ത്, സെക്കൻഡ് ടൈം. സോ എൽ ടി റൈസ് ടു മൈനസ് 2. എൽ ടി റൈസ് ടു മൈനസ് 2. ഓക്കെ, ഇനി ആക്സിലറേഷൻ സ്കേലാർ ആണോ വെക്ടർ ആണോ? ആക്സിലറേഷൻ സ്കേലാർ ആണോ വെക്ടർ ആണോ? Acceleration is a vector since velocity is a vector. Velocity is a vector since displacement is a vector. Acceleration is a vector since velocity is a vector. Acceleration is a vector since velocity is a vector. Velocity is a vector since displacement is a vector. മൂന്ന് വെക്ടർ മനസ്സിലായില്ലേ? ആക്സിലറേഷൻ വെക്ടർ ആണ് കാരണം വെലോസിറ്റി വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ് കാരണം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഓക്കെ, ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ആക്സിലറേഷൻ ഈസ് എ വെക്ടർ സിൻസ് വെലോസിറ്റി ഈസ് എ വെക്ടർ. ഓക്കെ, ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ് കാരണം വെലോസിറ്റി വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ് കാരണം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഓക്കെ, ഇനി രണ്ട് തരം ആക്സിലറേഷൻ പറയാറുണ്ട്. വൺ ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ.
അതും അല്ലെങ്കിൽ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട് ഡീസിലറേഷൻ. അതും അല്ലെങ്കിൽ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട് ഡീസിലറേഷൻ. Negative acceleration is called retardation or deceleration. Okay, so positive acceleration എന്ന് പറഞ്ഞാൽ v minus u by t. എപ്പോഴാ എ പോസിറ്റീവ് ആവുക? സമയം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ എ പോസിറ്റീവ് ആവണമെങ്കിൽ വി മൈനസ് യു പോസിറ്റീവ് ആവണം. അങ്ങനെ വേണമെങ്കിൽ വി ഈസ് ഗ്രേറ്റർ ദാൻ യു. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യലിനേക്കാൾ ഫൈനൽ വെലോസിറ്റി കൂടണം. ഇനീഷ്യലിനേക്കാൾ ഫൈനൽ വെലോസിറ്റി കൂടണം. അങ്ങനെ വേണമെങ്കിൽ വെലോസിറ്റി കൂടണോ കുറയണോ? നോ ഡൗട്ട് വെലോസിറ്റി കൂടണം. സോ വാട്ട് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ, ഇഫ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് വിത്ത് ടൈം, then it is called positive acceleration. If velocity continuously increasing with time, then it is called positive acceleration. Negative acceleration കിട്ടണമെങ്കിലോ a equal to v minus u by t. a എപ്പോഴാണ് നെഗറ്റീവ് ആവുക? u greater than v വരുമ്പോൾ, അല്ലെങ്കിൽ v less than u, രണ്ടും ഒന്നല്ലേ? Okay, so final velocity കുറവും initial velocity കൂടുതലും. Means if velocity decreasing with time, it is called negative acceleration. Okay, if velocity continuously decreasing with time, then it is called negative acceleration or retardation. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ആക്സിലറേഷൻ നമുക്കറിയാം, പോസിറ്റീവ് ആക്സിലറേഷൻ അറിയാം, നെഗറ്റീവ് ആക്സിലറേഷനും അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Can a body have zero velocity and non-zero acceleration? Can a body have zero velocity and non-zero acceleration? ഒരു വസ്തുവിന് സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും ഉണ്ടാവാൻ സാധിക്കുമോ? Can a body have zero velocity and non-zero acceleration? Can a body have zero velocity and non-zero acceleration? ഐഡിയ സിമ്പിളാണ്. ഞാനൊരു കല്ലെടുത്തിട്ട് മുകളിലേക്ക് എറിയാണ് ഇങ്ങനെ യു വെലോസിറ്റിയിൽ. എപ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക, അല്ലെ വെലോസിറ്റി ഉണ്ടാവുക? എറിയുമ്പോൾ. മേലേക്ക് പോകും തോറും സ്പീഡ് കൂടി വരികയാണോ ചെയ്യുക? അല്ല, സ്പീഡ് കുറഞ്ഞ് വരിക ചെയ്യുക. അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള 35 നിലയുള്ളൊരു ഫ്ലാറ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റിന് ഇങ്ങനെ പുറത്തേക്ക് ചെറിയ ബാൽക്കണി പോലെ പുറത്തേക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുക. ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണ്, ഞാൻ ആ പൊസിഷൻ മാർക്ക് ചെയ്തോന്ന് മാത്രം. ഓക്കെ, ഒരാൾ ഇവിടുന്ന് ഒരു കരിങ്കല്ലെടുത്തിട്ട് മേലേക്ക് എറിയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കണോൻ ഇങ്ങനെയാണ് പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അയാളുടെ കൈ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രശ്നമാവും, ഉറപ്പാണ്. സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കണവനാണ് അങ്ങനെ തടുത്തതെങ്കിൽ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. തേർഡ് ഫ്ലോറിലാണ് കുറച്ചും കൂടി എഫക്റ്റ് കുറയും. ചിലപ്പോൾ 35-ാം നിലയിൽ നിൽക്കണോ കൈ വെച്ചിട്ട് കാര്യമില്ല, കാരണം കല്ല് അവിടെ എത്തില്ല. ഓക്കെ, അതിൻ്റെ മുന്നേ തന്നെ അത് കല്ല് താഴേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ 24-ാമത്തെ നിലയിൽ ചിലപ്പോൾ നിൽക്കണോ ഇങ്ങനെ കൈ വെച്ചാൽ അവൻ്റെ കയ്യുമ്പിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് കല്ല് താഴേക്കാണ് പോവും. അവൻ്റെ കയ്യിനെ വേദനിപ്പിക്കുകയേ ചെയ്യില്ല. ആ സുഖമല്ല 1-ാം നിലയിൽ നിന്ന് പിടിച്ചാണ്ടാവുക. അതിൻ്റെ റീസൺ മുകളിലേക്ക് പോകും തോറും സ്പീഡ് കുറഞ്ഞ് വരികയാണ്. ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിട്ട് മാറും? അതിൻ്റെ സ്പീഡ് 0 ആയിട്ട് മാറും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും മുകളിലത്തെ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. അല്ലായിരുന്നെങ്കിൽ ആ കല്ല് വീണ്ടും മുകളിലേക്ക് പോവണ്ടേ, അല്ലേ? അല്ലായിരുന്നെങ്കിൽ ആ കല്ല് വീണ്ടും മുകളിലേക്ക് പോയേനെ, സംശയമില്ലല്ലോ. ഓക്കെ, സോ ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് പിന്നെയും മുകളിലേക്ക് പോകണം. ഓക്കെ, അവിടെ എത്തുമ്പോൾ അത് നിൽക്കുക ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്താണ്? 0 ആയിട്ട് മാറുകയാണ്. സോ ഒരു ഓബ്ജക്റ്റിനെ യു വെലോസിറ്റിയിൽ എറിഞ്ഞാൽ ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്.
വായുവിൽ നിൽക്കുന്ന ഏത് ഓബ്ജക്റ്റിൻ്റെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, സോ ഈ പോയിന്റിൽ v ഈക്വൽ ടു 0 ആണ്, a ഈക്വൽ ടു g ആണ്. g എന്ന് പറഞ്ഞാൽ 9.8 അല്ലേ, അത് നോൺ സീറോ വാല്യൂ അല്ലേ. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ കൊടുക്കുക യെസ്. ഇഫ് an object thrown upwards at the top v equal to 0, a equal to g equal to 9.8 meter per second square. Okay, so if an object thrown upwards at the top v equal to 0 or velocity equal to 0 and acceleration equal to g equal to 9.8 meter per second square. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തിരിക്കുക? Can a body have non-zero velocity and zero acceleration? Can a body have non-zero velocity and zero acceleration? Can a body have non-zero velocity and zero acceleration? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നാണ്. ആൻസർ ഈസ് യെസ്. ഒരു ഓബ്ജക്റ്റിന് നോൺ സീറോ വെലോസിറ്റി ആണെങ്കിലും സീറോ ആക്സിലറേഷൻ ഉണ്ടാവാം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, a ഈക്വൽ ടു v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. a ഈക്വൽ ടു v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇഫ് u ഈക്വൽ ടു v, then what is acceleration? 0 എന്ന് പറഞ്ഞാൽ u ഈക്വൽ ടു v, വെലോസിറ്റിക്ക് മാറ്റില്ല. അങ്ങനെയുള്ള വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? Can a body have non-zero velocity and zero acceleration? Yes. In the case of uniform velocity, acceleration is 0. യൂണിഫോം വെലോസിറ്റിക്ക് ആക്സിലറേഷൻ 0 ആണ് വരിക. അത് പറയാൻ സിമ്പിളാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി, മാറ്റമില്ലാത്ത വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ എത്രയാ? മാറ്റമില്ലാത്ത വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റം എത്രയാ? മാറ്റമില്ലാത്ത വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവുമോ? ഇല്ല. സോ യൂണിഫോം വെലോസിറ്റിൻ്റെ ആക്സിലറേഷൻ 0 ആണ്. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആക്സിലറേഷൻ ഈസ് 0. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആക്സിലറേഷൻ ഈസ് 0. ലോജിക് ക്ലിയർ? യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. In the case of uniform velocity, acceleration is 0. Clear? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ആക്സിലറേഷൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ. ഓക്കെ, ആക്സിലറേഷൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒന്ന്, യൂണിഫോം ആക്സിലറേഷൻ. അതെന്താണെന്നുള്ളത് പറയാം, പേരിൽ തന്നെ ഉത്തരം കിട്ടും. യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഒന്നാമത്തെ. രണ്ടാമത്തെ ഇൻക്രീസിങ് ആക്സിലറേഷൻ. മൂന്നാമത്തെ ഡിക്രീസിങ് ആക്സിലറേഷൻ. നാലാമത്തെ ഓക്കെ റിട്ടാർഡേഷൻ. ഫെർമി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞ പോലെ, if you can express a theory in numbers, I will say that you know the theory very well. If you can make a concept in number, then I will say that you know the concept very well. ഞാനല്ല കേട്ടോ, ഫെർമി പറഞ്ഞതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു തിയറീനെ നമ്പറുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ തിയറി അറിയാമെന്നാണ് ഫെർമി പറയണത്. ഓക്കെ, അത് സത്യമാണ്. സോ ആ പറഞ്ഞ ഐഡിയ പ്രകാരം ഈ പറഞ്ഞ ലോജിക്കിനൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തിയറീസിനൊക്കെ നമുക്ക് നമ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ യൂണിഫോം ആക്സിലറേഷൻ്റെ കേസ് 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്. ഞാനൊരു കേസ് എഴുതാണ്.
എങ്ങനെ ആയിക്കോട്ടെ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 5 സെക്കൻഡിൽ 25 മീറ്റർ പെർ സെക്കൻഡ്. ഈ കേസാണ് യൂണിഫോം ആക്സിലറേഷൻ. എന്തുകൊണ്ട് ഇതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയണോ? സിമ്പിൾ. 0 to 1 സെക്കൻഡ് എത്രയാണ് സ്പീഡ് കൂടിയത്? 5 മീറ്റർ പെർ സെക്കൻഡ് ഓർ വെലോസിറ്റി കൂടിയത്. ദെൻ 1 to 2 5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 2 to 3 5 മീറ്റർ പെർ സെക്കൻഡ്. 3 to 4 5 മീറ്റർ പെർ സെക്കൻഡ്. 4 to 5 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഓരോ സെക്കൻഡിലും ചേഞ്ച് വന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് വീതമാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് വീതമാണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഇൻക്രീസിങ് ആക്സിലറേഷൻ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നേരത്തെ തന്നെ അല്ലേ സർ? ഓക്കെ. 2 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. 4 സെക്കൻഡിൽ 70 മീറ്റർ പെർ സെക്കൻഡ്, 5 സെക്കൻഡിൽ 120 മീറ്റർ പെർ സെക്കൻഡ്. ഈ കേസാണ് ഇൻക്രീസിങ് ആക്സിലറേഷൻ. മനസ്സിലായി സർ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്? അതന്നെ, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ ചേഞ്ച് വന്നത് 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെയോ 15 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെയോ 20 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെയോ 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെയോ 50 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ. സോ ഇതിൽ 5 മീറ്റർ പെർ സെക്കൻഡാണ്, ഇത് 15 മീറ്റർ പെർ സെക്കൻഡാണ്, ഇത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. സോ ഈ കൂടണ സംഖ്യ കൂടിക്കൂടി വരാം, ചേഞ്ച് കൂടിക്കൂടി വരാം. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പേരിട്ട് വിളിച്ചത്? ഇൻക്രീസിങ് ആക്സിലറേഷൻ. ഓക്കെ. ഡിക്രീസിങ് ആക്സിലറേഷൻ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 90 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 120 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 140 മീറ്റർ പെർ സെക്കൻഡ്, 5 സെക്കൻഡിൽ 150 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇതാണ് ഡിക്രീസിങ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം 50 കൂടി, പിന്നെ 40 കൂടിയേ. സോ കൂടുതൽ കുറഞ്ഞു. 50 കൂടി, പിന്നെ 40 കൂടിയുള്ളൂ. പിന്നെ 30 കൂടി, പിന്നെ 20 കൂടി, പിന്നെ 10 കൂടി. ഇപ്പോഴൊക്കെ ഇത് കൂടിക്കൂടി വരുന്നതാണ്. 0 50, 50 90, 90 120, 140, 150. വെലോസിറ്റി കൂടന്നെയാണ്, പക്ഷെ കൂടലിൻ്റെ ഉഷാറ് കുറച്ച് കുറഞ്ഞു. അങ്ങനെ വരുന്നതിനാണ് എന്ത് വിളിക്കുക? ഡിക്രീസിങ് ആക്സിലറേഷൻ. ഓക്കെ. ഇനി റിട്ടാർഡേഷൻ 0 സെക്കൻഡിൽ 100 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 90 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 80 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 70 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 60 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് റിട്ടാർഡേഷൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഓക്കെ. ഇവിടെ -10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ -10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ -10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ -10 മീറ്റർ പെർ സെക്കൻഡ്. ഐഡിയ ക്ലിയർ? സോ 4 തരം ആക്സിലറേഷൻസ്. ദിസ് ഈസ് യൂണിഫോം ആൻഡ് ദീസ് ആർ നോൺ യൂണിഫോം. ഓക്കെ. അതിൽ തന്നെ നോൺ യൂണിഫോമിനെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻക്രീസിങ് ആക്സിലറേഷൻ, രണ്ടാമത്തെ ഡിക്രീസിങ് ആക്സിലറേഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? സോ ദിസ് ഈസ് ഫോർ യൂണിഫോം ആക്സിലറേഷൻ. ഒരേപോലെ കൂടി വരിക. 5 10 ആവും, 10 15 ആവും, 15 20 ആവും, 20 25 ആവും, അങ്ങനെ പോകും. ഇത് ഇൻക്രീസിങ് ആക്സിലറേഷൻ ആണ്.
എന്ന് പറഞ്ഞാൽ ആദ്യം കൂടിയതിനേക്കാൾ കുറച്ചും കൂടി അടുത്തേക്ക് കൂടും, കുറച്ചും കൂടി അടുത്തേക്ക് കൂടും, കുറച്ചും കൂടി അടുത്തേക്ക് കൂടും. അങ്ങനെ നീങ്ങി നീങ്ങി പോണത് എന്താണ്? ഇൻക്രീസിങ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, ദെൻ ദിസ് ഇസ് ഡിക്രീസിങ് ആക്സിലറേഷൻ ആൻഡ് ദിസ് ഇസ് റിട്ടാർഡേഷൻ. പണ്ടൊരിക്കൽ ഒരു എക്സാം പേപ്പറിൽ, പബ്ലിക് എക്സാം പേപ്പറിൽ നേരത്തെ ചോദിച്ച ചോദ്യം വന്നിരുന്നു, ക്യാൻ എ ബോഡി ഹാവ് സീറോ വെലോസിറ്റി ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ? അതിനൊരു കുട്ടി എഴുതിയ ആൻസർ നല്ല രസമുള്ള ആൻസറാണ്. ഒരു കാറ് ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ സീറോ വെലോസിറ്റി ആവും, ആക്സിലറേഷൻ ഉണ്ടാവും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ വൈഡ് തിങ്കിങ് ഒക്കെ വരാം. പയ്യൻ അല്ലെങ്കിൽ ആ കുട്ടി ആദ്യമായിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആലോചിച്ചു, സീറോ വെലോസിറ്റി നോൺ സീറോ ആക്സിലറേഷൻ. ആൾക്ക് ഡ്രൈവിംഗ് അറിയും, അതുകൊണ്ട് ഒരു കാര്യം അറിയാം, ന്യൂട്രൽ ഇട്ടാൽ വണ്ടി നീങ്ങൂല. ഓക്കെ, സ്വാഭാവികമായിട്ടും കാറ് സ്റ്റാർട്ട് ചെയ്തു ന്യൂട്രൽ ഇട്ടിട്ട്, അപ്പോൾ വെലോസിറ്റി സീറോ ആണ്. ഇനി കൊടുത്ത സാധനം എന്താണ്? ആക്സിലറേറ്റർ ആണ്. ആക്സിലറേറ്റർ കൊടുത്ത് ആക്സിലറേഷൻ ഉണ്ടാവണ്ടേ? അപ്പോൾ സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും ഉണ്ടാവും എന്നാണ് കുട്ടി എഴുതിയത്. ഉത്തരം ശരിയല്ല കേട്ടോ. ഇത് മാത്രം ഓർമ്മിച്ച് വെച്ച് ആദ്യത്തൊക്കെ തെറ്റിക്കൊണ്ടു, അങ്ങനെ വരരുത്. ഓക്കെ, സോ ആൻസർ നമുക്കറിയാം, നേരത്തെ പറഞ്ഞത്. അതൊരു കുട്ടി ചിന്തിച്ച സ്റ്റൈൽ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സീറോ വെലോസിറ്റി നോൺ സീറോ ആക്സിലറേഷൻ ഉണ്ടാവും എപ്പോ? ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുമ്പോൾ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണോ. ആക്സിലറേഷൻ്റെ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണോ. താങ്ക് യു ഓൾ.